Hi friends, welcome to Archie's Cook World. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്, പാകിസ്ഥാനി ചപ്ലി കബാബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. പാകിസ്ഥാനി ചപ്ലി കബാബ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ മിൻസ് ചെയ്തത്, ചിക്കന് പകരം ബീഫോ മട്ടനോ എടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത്, 1 വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തക്കാളി ചെറുതായി അരിഞ്ഞത്. തക്കാളിയുടെ അകത്തുള്ള അരി കളഞ്ഞതാണ്, ഇല്ലെങ്കിൽ വെള്ളം ഊറി ഇറങ്ങും. മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇതിനാവശ്യമുള്ള പൊടികൾ നോക്കാം. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലി ചതച്ചത്, വറ്റൽമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്, 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ അയമോദകം, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. കടലമാവ് ചെറുതായി ഒന്ന് ചൂടാക്കിയതാണ്, ആ പച്ചമണം ഒന്ന് മാറാനായിട്ട്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വരും. 1 മുട്ട ചിക്കി തോർത്തി എടുത്തതാണ്, സോഫ്റ്റായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് പൊടിച്ചാലും മതി, അല്ലാതെ 1 മുട്ടയും കൂടെ വേണം. 1/2 നാരങ്ങയുടെ നീര്, ഏകദേശം 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഒരുപാട് വേണ്ട, ഇല്ലെങ്കിൽ വെള്ളം ഊറും. ആവശ്യത്തിന് ഉപ്പും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചിക്കനിൽ മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്. ഇനി പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. മല്ലി ചതച്ചത്, വറ്റൽമുളക് ചതച്ചത്, ഗരം മസാലപ്പൊടി, അയമോദകം, ജീരകപ്പൊടി. ഇതിലേക്ക് ഇനി ഓംലെറ്റ് പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി മുട്ട ഇട്ട് കൊടുക്കാം. അതേപോലെ വറുത്ത കടലമാവ്, ഉപ്പും നാരങ്ങ നീര്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. കൈ വെച്ച് നല്ല രീതിയിൽ മസാല എല്ലാം ചേർത്ത് കിട്ടുന്നവരെ കുഴച്ചെടുക്കാം. കബാബിനുള്ള മിക്സ് തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി പരത്തിയെടുക്കാം. ഇതിനെ ബോളാക്കി ഒന്ന് പരത്തിയെടുക്കാം കൈ വെച്ചിട്ട്. ഇതേപോലെ പരത്തിയെടുക്കണം. ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ പരത്തിയെടുക്കണം. കനം കുറച്ചിട്ട്, ഒരുപാട് കനം കുറയണ്ട. ചിക്കൻ മിൻസ് ചെയ്തതായാലും ബീഫോ മട്ടനോ ഏതായാലും അതിലൊരല്പം ഫാറ്റും കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതെല്ലാം മിക്സായി കിട്ടാൻ എളുപ്പമാവും. അപ്പോൾ എല്ലാം ഇതേപോലെ ബോളാക്കി പാറ്റീസ് ആക്കി വെച്ചിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടെണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഫ്രൈ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കബാബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, അപ്പോൾ തിരിച്ചിട്ടു.
ഇനി അടുത്ത സൈഡ് ഇതേപോലെ മൂത്ത് കിട്ടുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. കബാബ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാനി ചപ്ലി കബാബ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വെറൈറ്റി ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.